നമുക്കിനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്നലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിരുന്നു. ഇവിടെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് മുന്നണികൾ കടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. ശിവസേന, എൻ.സി.പി. എന്നീ സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ചാകും തീരുമാനം. ജാർഖണ്ഡിൽ ജെ.എം.എം. നേതാവ് ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയാകും. മന്ത്രിസഭാ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യ സഖ്യ നേതാക്കളെ സോറൻ കാണും. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, മഹാരാഷ്ട്രയിലാണ് മഹാവിജയം മഹായുദ്ധ സഖ്യത്തിൽ ലഭിക്കുന്നത്. ഒരിക്കൽ പോലും അവർ പോലും പ്രതീക്ഷിക്കാത്ത എക്സിറ്റ് പോളുകൾ പോലും കവച്ചുവെക്കുന്ന റിസൾട്ട് ആകുന്നു. അവിടെ സംശയമില്ലല്ലോ, ബി.ജെ.പിക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയും ഫട്നാവിസ് ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. അതേ രഞ്ജിത്ത്, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തുടർച്ച എന്നതിനൊപ്പം തന്നെ വമ്പൻ ജയം രണ്ട് മുന്നണികൾക്കും ഉണ്ടായിരിക്കുന്നെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാരാഷ്ട്രയിൽ ഏതാണ്ട് 4/3 ഭൂരിപക്ഷത്തോടു കൂടിയാണ് NDA മഹായുതി സഖ്യം അധികാരം നിലനിർത്തുന്നത്. അതിൽ തന്നെ ബി.ജെ.പിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം 234 മഹായുതി സഖ്യം NDA സഖ്യം നേടിയ മൊത്തം സീറ്റുകളെങ്കിൽ അതിൽ 132 സീറ്റുകൾ നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചു. അവരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 89% അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്നതുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. 145 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 132 ഉണ്ട്. അങ്ങനെ ഫട്നാവിസ് എന്ന പേരിലേക്ക് ബി.ജെ.പി നേതൃത്വം എത്തിച്ചേരുകയാണെങ്കിൽ 3-ാം തവണയും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകും. 5 വർഷം 2014 മുതൽ 2019 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ 2019 പിന്നീട് അദ്ദേഹത്തിന് 5 ദിവസം മാത്രമാണ് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ സാധിച്ചത്. പക്ഷേ ബി.ജെ.പിയിലെ തന്നെ ഒരു വിഭാഗം ഏക്നാഥ് ഷിൻഡെ തന്നെ തുടരട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഷിൻഡെയെ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ പോയത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം നേടുന്ന ഘട്ടത്തിൽ ഷിൻഡെയെ മാറ്റുന്നതിനോട് യോജിപ്പില്ല. കാരണം സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണെന്നൊരു പൊതുബോധം സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്താൻ അങ്ങനെ ഒരു നീക്കം ഉപകരിക്കില്ല എന്ന് ഒരു വിഭാഗം വിലയിരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഫട്നാവിസിനെ ബി.ജെ.പി ദേശീയ അധ്യക്ഷനാക്കാനുള്ള നീക്കവും ഒരുപക്ഷെ നടത്തിയേക്കാം ബി.ജെ.പി. ആ ചർച്ചകളും ഒരു വഴിക്ക് തുടരുന്നുണ്ട്. ജാർഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ, ജാർഖണ്ഡിൽ ഏതായാലും അവിടെയും സീറ്റ് നില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം. 56 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കുന്നു. 81 സീറ്റാണ് ആകെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഹേമന്ത് സോറൻ അവിടെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഹേമന്തും ഒപ്പം തന്നെ ഭാര്യ കൽപ്പനയും തന്നെയാണ് അവിടെ പ്രചാരണം നയിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ചർച്ചകൾക്കായി ഇന്ന് റാഞ്ചിയിൽ യോഗം ചേരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിലടക്കമെത്തി ഇന്ത്യ സഖ്യ നേതാക്കളുമായും ഹേമന്ത് സോറൻ ഏതായാലും കൂടിക്കാഴ്ച നടത്തും. ബി.ജെ.പിയുടെ വലിയ പരാജയമായി ബി.ജെ.പി അവിടെ ഏതായാലും വിലയിരുത്തുന്നത് ഗോത്ര മണ്ഡലങ്ങളിൽ ഇത്തവണയും വിജയിക്കാൻ സാധിച്ചില്ല എന്നാണ്. കാരണം 28 ഗോത്ര മണ്ഡലങ്ങളുണ്ട് സംസ്ഥാനത്ത്, ST മണ്ഡലങ്ങളുണ്ട് സംസ്ഥാനത്ത്. അതിൽ ഒറ്റ ഇടത്ത് മാത്രമാണ് ബി.ജെ.പിക്ക് വിജയിക്കാൻ സാധിച്ചത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28 2 സീറ്റാണ് ബി.ജെ.പി വിജയിച്ചെങ്കിൽ അത് ഇത്തവണ 1 ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗോത്ര വോട്ടുകൾ ഇത്തവണയും ബി.ജെ.പിയോട് അകന്നാണ് ഈ കനത്ത പരാജയത്തിന് ഇടവരുത്തിയെന്ന വിലയിരുത്തലിലേക്ക് ബി.ജെ.പി എത്തിച്ചേരുകയും. ചമ്പൈ സോറൻ അവിടെ അനുകൂല ഘടകമാവുന്നവർ പ്രതീക്ഷിച്ചിരുന്നല്ലോ ഇയാറ്, പക്ഷെ അതും സംഭവിച്ചില്ല എന്നുള്ളതാണോ? ഗോത്രമേഖലയിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവന്നുള്ള പോരാട്ടമായിരുന്നല്ലോ അവിടെ. തീർച്ചയായും ചമ്പൈ സോറൻ വിജയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റിടങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കടന്നുവരവ് ഗുണം ചെയ്തില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ അതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ 14 മണ്ഡലങ്ങളിൽ 9 ഇടത്ത് ബി.ജെ.പി വിജയിച്ചിരുന്നു. പക്ഷേ 5 ഇടത്തും ഇന്ത്യ സഖ്യം ജയിച്ചു. എന്നാൽ ഈ 5 സീറ്റുകളും ST മണ്ഡലങ്ങളാണ് എന്നാണ് പറയേണ്ട കാര്യം. ആ മണ്ഡലങ്ങളൊക്കെ തന്നെ ബി.ജെ.പിയെ കൈവിടുകയാണ്. പ്രത്യേകിച്ച് രഘുബർദാസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ ചില ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള നിയമത്തിൽ ഭേദഗതി വരുത്താനും അത് പിന്നീട് വലിയ പ്രക്ഷോഭങ്ങളിലേക്കും വഴിവെച്ചിരുന്നു. അന്നകന്ന ഗോത്ര വോട്ടുകൾ പിന്നീട് തിരിച്ചു കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. അത് ജയമനൊപ്പം തന്നെ അണിനിരക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പ് ഫലം. ഒരുപക്ഷെ ബി.ജെ.പി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ഏതായാലും ജാർഖണ്ഡിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഹേമന്ത് സോറന് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് വഴി തുറന്നിരിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കായി നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളടക്കം അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി.
ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.